ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് AJ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. ഇപ്പോൾ രാത്രി 12:30 ആയിട്ടുണ്ട്. ഞങ്ങൾ ഇനിയിപ്പോൾ എയർപോർട്ടിൽ പോകുന്നു. രണ്ടുപേര് വരുന്നുണ്ട്. അപ്പോൾ അവർ പിക്ക് ചെയ്യാനായിട്ട് പോകുന്നതാണ്. വലിയ ആഴ്ച കാണിച്ചാൽ 12 മണിക്ക് പോകേണ്ടതായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എന്താ എൻ്റെ കൂടെ വരുന്ന ആൾക്കാർക്ക് ലേറ്റായി. അപ്പോൾ അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് നേരം വൈകി ഇറങ്ങിയെങ്കിലും പ്രോ ഡ്രൈവേഴ്സാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എയർപോർട്ടിൽ നേരത്തെ തന്നെ എത്തി. അപ്പോൾ വേറെ സസ്പെൻസ് ഒന്നുമില്ല. അച്ഛനും അമ്മയും ഷാർജയിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു വെക്കേഷന് വേണ്ടിയിട്ട്. അപ്പോൾ അവരെ പിക്ക് ചെയ്യാനായിട്ടാണ് ഞങ്ങൾ എയർപോർട്ടിലെത്തിയത്, ഞാനും രണ്ടനിയന്മാരും. അപ്പോൾ പുലർച്ചെ തന്നെ ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഞാൻ വരുന്ന അവർക്ക് അറിയണ്ടായിരുന്നില്ല, അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് വന്നതാണ്. മനസ്സിലായില്ലേ? സർപ്രൈസ്. അതുകൊണ്ട് ഇട്ടിട്ടാണ് തീർത്തിട്ട് വന്നത്. ഉറങ്ങോ? വെള്ളിയാഴ്ചന്ന് പോണുള്ളൂ തോന്നുന്നു. കാണ ഇതിലെ പോവാ പോയി. ഇത്രയും നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ മാതാശ്രീ വന്നിറങ്ങിയ ഉടനെ തന്നെ തൃശ്ശൂർ പൂരം കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ട് വേവലാതി കൂട്ടുന്നതാണ്. അപ്പോൾ ഇവർ വന്നിറങ്ങി അന്ന് തൃശ്ശൂർ പൂരമായിരുന്നു. അപ്പം അന്നൊന്നും കാണാൻ പോകാനൊന്നും പറ്റിയില്ല. പിന്നെ പിറ്റേ ദിവസം പകൽ വെടിക്കെട്ടും പൂരം കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 3 പേര് ഇറങ്ങിയതാണ്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഇത് തന്നെയായിരുന്നു ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇത് അവിടെ ഉപചാരം ചൊല്ലി മടങ്ങുന്നതിൻ്റെ സീനുകളാണ് അവിടെ നടക്കുന്നത്. കിട്ടിയ സ്ഥലത്ത് നിന്നത് കൊണ്ടും ഞങ്ങളധികം ലൊക്കേഷൻ എക്സ്പേർട്ട് അല്ലാത്തത് കൊണ്ടും അവിടെ നിന്ന് ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. ആകെ കുറേ ആർപ്പുവിളിയും കൂവലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മനസ്സിലായി സംഭവം അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന്. എന്നാലും ഇതൊക്കെ പൂരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ അങ്ങനെ എടുത്ത് അവിടെ നിന്നു. അങ്ങനെ ആ ക്ഷീണം തീർക്കാനായിട്ട് ഞങ്ങൾ വെടിക്കെട്ട് കാണാനുള്ള സ്ഥലം തപ്പിയിറങ്ങി. ഇപ്രാവശ്യമെങ്കിലും പണി പാളാൻ പാടില്ലല്ലോ. അങ്ങനെ പോകുന്ന വഴിക്ക് കുറച്ച് ഊർജ്ജം വരുത്താനായിട്ട് കുറച്ച് എനർജി ഡ്രിങ്ക് ഒക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. അതായത് നമ്മളുടെ സർബത്ത്, നാരങ്ങ സർബത്ത്, അല്ലാണ്ട് വേറെ എനർജി ഡ്രിങ്കൊന്നും അല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കുടിച്ച് ഞങ്ങളടുത്ത വെടിക്കെട്ട് കാണാനുള്ള തയ്യാറെടുപ്പിലാണ്.
അങ്ങനെ ഇപ്രാവശ്യത്തെ പൂരമൊക്കെ ഞങ്ങൾ ചെറിയ രീതിയിൽ ആഘോഷിച്ച് ഞങ്ങൾ വെടിക്കെട്ടൊക്കെ കണ്ട് തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പോൾ പൂരത്തിന് വന്നു കഴിഞ്ഞാൽ പൂരപ്പൊരി വാങ്ങിക്കാതെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് പൊരി വാങ്ങിച്ച് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത് വലിയൊരു ബ്ലോഗോ ഇതൊരു കണ്ടൻ്റ് ആണെന്ന് പോലും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ എൻ്റെ ഒരു സന്തോഷത്തിന് ഞാനൊരു വീഡിയോ ആക്കി ഇതിടുന്നു. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ കാണാം. നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നത് പ്രതീക്ഷിച്ചുകൊണ്ട് ഇറ്റ്സ് മീ ഐശ്വര്യ സൈനിങ് ഓഫ് ഫ്രം AJ Vlogs.